ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മുടെ ഓണ എക്സാം ആയിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ 20-ാം തീയതി നമ്മുടെ ഓണ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മലയാളമാണ് വരുന്നത്, ക്ലാസ് 3. അപ്പോൾ നമുക്ക് മലയാളത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ. ഈ വീഡിയോയിൽ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. നമുക്കറിയാം എക്സാം തുടങ്ങി ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടും നമുക്ക്. ആ സമയത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കി ആൻസേഴ്സൊക്കെ ഓർമ്മിച്ച് വെക്കണം. ഏതെങ്കിലും 5 പ്രവർത്തനങ്ങളുടെ ഉത്തരം എഴുതണം കേട്ടോ. അപ്പോൾ 4, 5 എന്നീ പ്രവർത്തനങ്ങൾ ചോയ്സ് നൽകിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം. ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വായിക്കാം എഴുതുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് തരിക ഇതുപോലെ ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ വായിക്കണം. നല്ല രീതിക്ക് വായിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ചോദിച്ചിട്ടുള്ള ആൻസേഴ്സ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ വായിക്കാം എഴുതാം. മലമുകളിലാണ് ഞാൻ ജനിച്ചത്. കൊല്ലവും തീയതിയുമൊന്നും എനിക്കറിയില്ല. എൻ്റെ ഇന്നത്തെ വലിപ്പമൊന്നും അന്നെനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല് ഒഴുകും തോറും വീതിയും ആഴവും കൂടി. അങ്ങനെ വലുതായി ഇന്നത്തെ രൂപത്തിലെത്തി. വരുന്ന വഴിക്ക് എത്രയെത്ര ചാട്ടങ്ങൾ. തടസ്സം നിന്നും കല്ലുകക്കും പാറകളും മുകളിലൂടെ ഒഴുകി എൻ്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അനേകതരം മത്സ്യങ്ങൾക്ക് ഞാൻ അഭയം നൽകി. കടന്നു പോകുന്ന നാടുകളിലെല്ലാം കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഞാൻ സഹായിച്ചു. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ പാരഗ്രാഫ് നല്ല രീതിക്ക് തന്നെ വായിച്ചു നോക്കുക. ഓരോ സെൻറ്റൻസും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ ഇതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. മഴക്കാലത്ത് ഞാൻ നിറഞ്ഞ് കുതിച്ചൊഴുകി. വേനലിൽ ഞാൻ മെലിഞ്ഞ് തളർന്നൊഴുകി. എൻ്റെ യാത്ര കടലിലേക്കാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് പുഴ ജനിച്ചത്, പുഴ എവിടെയാണ് ജനിച്ചതെന്ന് അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആ പാരഗ്രാഫ് നിങ്ങളൊന്നും കൂടി വായിച്ചു നോക്കിയാൽ പറയാം. മലമുകളിലാണെന്ന് പറയുന്നുണ്ട് അല്ലേ. വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചിട്ടുള്ള പദം ഏതാ? നീര്, അഭയം, ആഴം, മത്സ്യം. അഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ അങ്ങനെയൊക്കെ. ആഴം എന്ന് പറഞ്ഞാൽ അടിയിലേക്കുള്ള അടപ്ത്. പിന്നെ മത്സ്യം മീനാണ്. അപ്പം നീര് തന്നെയാണ് വെള്ളം എന്ന അർത്ഥം വരുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ ഉത്തരം വരുന്നത്. ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു? ആ പാരഗ്രാഫ് ഞാൻ വീണ്ടും എടുക്കുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അതിൽ പറയുന്നുണ്ട് പുഴ എങ്ങനെയായിരുന്നു എന്ന്. ചെറിയൊരു നീർച്ചാല് പോലെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നു ഒഴുകി എന്ന പറയുന്നതിലൂടെ എന്തായിരിക്കും പുഴ ഉദ്ദേശിക്കുന്നത്? ഏറെ നേരം ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു. കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. വീതിയും ആഴവും കൂടിയതിനാൽ പുഴ മെലിഞ്ഞു. അപ്പോൾ വേനൽക്കാലത്ത് വെള്ളം വറ്റിയതായിരിക്കും അല്ലേ ഉത്തരം വരുന്നത്. പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നത് ആരാണ്? പാറയാണ് പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നത്. ഇനി നിങ്ങളോട് പ്രവർത്തനം 2 പറയുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ നിന്ന് എടുത്തിട്ട് വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട്. അത്തിമരക്കാട്ടിൽ ഉത്സവം തുടങ്ങി. കാട്ടിലെ കൂട്ടുകാരെല്ലാം ഉത്സവം കാണാനെത്തി. അവർ പാടിയ പാട്ടിൻ്റെ ആദ്യ വരികളാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ, കവിത വായിക്കൂ. അപ്പോൾ ആദ്യത്തെ എത്ര വരിയാണ് കൊടുത്തിട്ടുള്ളത്? 3 വരി കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 വരി നമ്മളോട് എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? അത്തിമരക്കാടുകളിൽ ഉത്സവമാണേ, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ച് അടിയ മയിലുകൾ വന്നേ. ബാക്കി 3 ലൈൻ നമ്മളോട്. അപ്പോൾ ആദ്യം തന്നെ പറയാം ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള കവിത ഇതാണ്. നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ വേറെ വല്ല കവിതയായിരിക്കും വരികൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ട് വരിക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാവനയ്ക്ക് അനുസരിച്ച് ആ വരികൾ ആദ്യത്തെ വരികളെല്ലാം വായിച്ച് മനസ്സിലാക്കി സന്ദർഭങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നീടുള്ള വരികൾ കൂട്ടിച്ചേർത്ത് എഴുതണം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അടുത്തത് പ്രവർത്തനം 3 സംഭാഷണം എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഒരു വെള്ളരിപ്രാവിൻ്റെ നോക്കാം. കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുത്ത് സന്തോഷത്തിലാണ് കുഞ്ഞരിപ്രാവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി അവൾ നാട്ടിലെ കൂട്ടുകാരിയായ വെള്ളരിപ്രാവിൻ്റെ അടുത്തെത്തി. അവർ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? അപ്പോൾ വെള്ളരിപ്രാവും കുഞ്ഞരിപ്രാവും സംസാരിച്ചത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെള്ളരിപ്രാവ്, നീ ഇന്ന് സന്തോഷത്തിലാണല്ലോ. അപ്പോൾ കുഞ്ഞരിപ്രാവ് എന്താ പറയുക? അതെ, വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. നാളെ നിങ്ങളോട് ഏത് സംഭാഷണം ചോദിക്കാമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അടുത്തത് വീണ്ടും ആരാ പറയുന്ന? വെള്ളരിപ്രാവ പറയുക. അതെന്താ പറയുക? നമ്മളത് പറഞ്ഞൂലേ, നീ ഇന്ന് സന്തോഷത്തിലാണല്ലോ. അതേ, വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് വീണ്ടും എന്താ പറയുന്നുണ്ടാവുക?
അതെ, വളരെ സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. വീണ്ടും വെള്ളരിപ്രാവാണ് പറയുന്നത്. എന്താ പറയണത്? കുഞ്ഞരിപ്രാവ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, വെള്ളരിപ്രാവ് നീ ഇന്ന് സന്തോഷത്തിലാണല്ലോ. അതിൻ്റെ റിപ്ലൈ ആയിട്ട് കുഞ്ഞരിപ്രാവ് എന്താ പറയുണ്ടാവുക? അതേ വെള്ളരിപ്രാവേ, ഞാൻ കാട്ടിലെ ഉത്സവത്തിന് പോയിരുന്നു. അപ്പോൾ വീണ്ടും വെള്ളരിപ്രാവ്, എന്നിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? അപ്പോൾ കുഞ്ഞരിപ്രാവ്, ഒരുപാട് പാട്ടും നൃത്തവും കളികളും ഉണ്ടായിരുന്നു. നിറയെ പൂക്കളും ചിത്രശലഭങ്ങളും പക്ഷികളും ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളരിപ്രാവ്, കേട്ടിട്ട് രസമുണ്ടല്ലോ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ. കുഞ്ഞരിപ്രാവ്, അടുത്ത തവണ നമുക്ക് ഒരുമിച്ച് പോകാം. വെള്ളരിപ്രാവ്, തീർച്ചയായും. കുഞ്ഞരിപ്രാവ്, എങ്കിൽ ഞാൻ പോയി വരാം കൂട്ടുകാരി. വെള്ളരിപ്രാവ്, ശരി, വീണ്ടും കാണാം. അപ്പോൾ ചെറിയൊരു കോൺവെർസേഷനാണ് നിങ്ങൾ അവിടെ എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് അല്ല, നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ നിന്ന് എടുത്തിട്ട് നാളെ വേറെ വല്ല സന്ദർഭം തരികയാണെങ്കിൽ എഴുതണം. ഓക്കെ. അടുത്തത് നിങ്ങളോട് ഈ 4ാമത് ഒരു കവിത വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിൽ മാനത്തും താഴത്തും എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. അമ്പിളി തെളിയും മാനത്ത്, അത് മാനത്താണ് കേട്ടോ. അമ്പിളി. ആമ്പൽ വിരിയും താഴത്ത്, ആമ്പൽ താഴത്ത്. സൂര്യനുദിക്കും മാനത്ത്, സൂര്യൻ മാനത്ത്. സൂര്യകാന്തി താഴത്ത്. മഴവില്ല് തെളിയും മാനത്ത്, അപ്പോൾ മഴവില്ല് മാനത്ത്. മാനും മയിലും താഴത്ത്. അപ്പോൾ ഈ ബോക്സ് ഒന്ന് ഫില്ലാക്കിയാലോ? മാനത്തുള്ളവയിൽ ഏതൊക്കെ വരും? അമ്പിളി വരും, സൂര്യൻ വരും, മഴവില്ല് വരും. താഴെയുള്ളതിൽ ആമ്പൽ വരും, സൂര്യകാന്തി വരും, മാൻ വരും, മയിൽ വരും. ഓക്കെ. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്ദർഭം ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ. ഒന്നില്ലെങ്കിൽ സൂര്യൻ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം വരയ്ക്കാം, അല്ലെങ്കിൽ ആകാശത്ത് നമ്മുടെ അമ്പിളി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം വരയ്ക്കാം, പിന്നെ ആകാശത്ത് മഴവില്ല്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? താഴത്തൊരു കുളത്തിൽ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സൂര്യകാന്തി വിരിഞ്ഞ് നിൽക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചിത്രമാണോ വരയ്ക്കാൻ എളുപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. അടുത്തത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് 4th ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് കടങ്കഥയാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി എളുപ്പം അത് എഴുതാനാണല്ലേ. ഓക്കെ. കിഴക്കു കാണും കാലത്ത്, തലയ്ക്ക് മീതെ ഉച്ചയ്ക്ക്, കടലിൽ താഴും വൈകിട്ട്, ശരിക്കു പറയും ഞാനാര്. ആരാണ് കിഴക്കുദിക്കുന്നത്? നമ്മുടെ സൂര്യനാണ്. ഉത്തരം വരുന്നത് സൂര്യനാണ്. കരയില്ല കടലിലെ കൊച്ചു തോണി, തുഴയില്ലാത്തോടത്ത് കൊച്ചു തോണി. അപ്പോൾ തോണിയുടെ ഷേപ്പിലുള്ളത് ആർക്കാണ്? നമ്മുടെ ചന്ദ്രനാണല്ലേ. അടുത്തത് മാനത്ത് മറ്റൊരു കൂട്ടുകാരനായ നക്ഷത്രം. ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കൂ. ആരാണ് നക്ഷത്രം? ഓക്കെ. അടുത്തത് പ്രവർത്തനം 5 ആണ്. ഒരു അനുഭവ വിവരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ നിന്ന് എടുത്ത് എഴുതണം. ഈ വർഷം സ്കൂളിലേക്ക് കൂട്ടുകാരുടെ വരവ് ഗംഭീരമായിരുന്നില്ലേ? എന്തെല്ലാം പരിപാടികളായിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുക്കിയിരുന്നത്? അവധിക്കു ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തെല്ലാം വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവച്ചത്? സ്കൂളിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാര സംഭവം എന്തായിരുന്നു? ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഈ വർഷത്തെ ആദ്യ സ്കൂൾ അനുഭവം നിങ്ങളോട് വിവരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്കൂൾ തുറന്നപ്പോൾ എന്തൊക്കെ പോയപ്പോൾ അവിടെ ഒരുപാട് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കൂട്ടുകാരുമൊത്ത് ആ വെക്കേഷൻ്റെ കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു എന്നുള്ള ഒരു അനുഭവക്കുറിപ്പാണ് എഴുതുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഈ വർഷം സ്കൂളിൽ പഠനം വളരെ രസകരമായിരുന്നു. അധ്യാപകരുടെ സ്നേഹപൂർവമായ പഠന രീതികൾ നമ്മെ ഏറെ ആകർഷിച്ചു. സുഹൃത്തുക്കളോടൊപ്പം പഠിക്കുകയും കളിക്കുകയും ചെയ്തു. വളരെ സന്തോഷകരമായിരുന്നു. സ്കൂളിൽ നടന്ന ഓണാഘോഷം, സ്പോർട്സ് മീറ്റ്, ആർട്സ് ഫെസ്റ്റ് എന്നിവ വിദ്യാർത്ഥികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി. സ്കൂളിലെ പ്രവേശനോത്സവം വളരെ ഗംഭീരമായിരുന്നു. പൂക്കൾ കൊണ്ടും അരങ്ങുകൾ കൊണ്ടും സ്കൂളിനെ അതിമനോഹരമാക്കിയിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം കൂട്ടുകാരെ കണ്ട സന്തോഷത്തിലായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെറിയൊരു വിവരണം തയ്യാറാക്കാം. ഓക്കെ.
അടുത്തത് നിങ്ങളോടൊരു ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വർഷത്തെ പ്രവേശനോത്സവ വിശേഷങ്ങൾ ഡയറി കുറിപ്പായിട്ട് എഴുതും. പ്രവേശനോത്സവം എന്താണ്? അപ്പോൾ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ തീയതി കൊടുക്കണം, അതേപോലെ ഏതാണ് ഡേ എന്ന് കൊടുക്കണം. അപ്പോൾ ഒരു തീയതി കൊടുക്കുക, പിന്നെ അതിൻ്റെ അപ്പുറത്ത് തിങ്കൾ ചൊവ്വ ബുധൻ ഏതാണോ അത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് പറയാം, ഇന്ന് നമ്മുടെ സ്കൂളിലെ പ്രവേശനോത്സവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഒരു മോഡൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മുടെ സ്കൂളിൽ പ്രവേശനോത്സവം വലിയ ആഘോഷമായിരുന്നു. രാവിലെ ഗേറ്റിൽ തന്നെ ബലൂൺ പൂക്കളാൽ സ്കൂൾ ചിരിച്ചു നിന്നു. ഹെഡ് മാസ്റ്റർ സാറും ടീച്ചർമാരും എല്ലാവരും ചിരിച്ച മുഖത്തോടെ സ്വീകരിച്ചു. പുതിയ കുട്ടികൾക്ക് അക്ഷരമാല, പുസ്തകം, സ്കൂൾ കിറ്റ്, മിഠായി എന്നിവ നൽകി. സഹപാഠികളുമായി ഏറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയത് സന്തോഷം നിറച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം സ്കൂൾ ഗാനവും ചേർന്നു പാടി. ആർട്സ് ടീച്ചർ ചെറിയ കലാപരിപാടികളും ഗെയിംസും നടത്തി. എല്ലാവരും കയ്യടി കൊടുത്തു. പച്ചക്കറിത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി ഒന്നിച്ചു ഒരു തൈ നടുകയും വെള്ളം ഒഴിക്കുകയും ചെയ്തു. ക്ലാസ് മുറികൾ ശുചിയായി അലങ്കരിച്ചിരുന്നു. പുതിയ പുസ്തകങ്ങളുടെ മണം നിറഞ്ഞതും ഏറെ ഇഷ്ടമായി. അധ്യാപകർ സ്കൂൾ നിയമങ്ങളും പഠന പദ്ധതിയും പരിചയപ്പെടുത്തി. ഇന്ന് മുഴുവൻ സ്കൂൾ നിറഞ്ഞു നിന്നത് ചിരിയോടെയും പ്രതീക്ഷകളോടെയുമായിരുന്നു. പുതിയ പഠനവർഷം നല്ല അനുഭവങ്ങളാൽ നിറയട്ടെ എന്നാഗ്രഹിച്ചു ദിവസം അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ആ ഡയറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. മോഡൽ പേപ്പർ നോക്കിയിട്ട് എക്സാം നല്ല രീതിക്ക് പഠിക്കുക, നന്നായി പാസ്സാവാം കേട്ടോ. താങ്ക് യു.